ടീം യുഡിഎഫിന് കിട്ടിയ അംഗീകാരമാണ് വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി പദമെന്ന് പാലക്കാട് എം.പി. വി.കെ. ശ്രീകണ്ഠൻ. വർഷങ്ങളായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന പാലക്കാടിന് നല്ല പിന്തുണ സതീശനിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ശ്രീകണ്ഠൻ. ഒരുപാട് പേര് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പക്ഷേ ഇത് ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് നല്ലൊരു സമവായം ഉണ്ടാക്കി യുക്തമായൊരു തീരുമാനമെടുക്കാൻ അല്പസമയമെടുത്തെങ്കിലും കേരളം പ്രതീക്ഷിച്ച, വോട്ട് ചെയ്ത ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ അടുത്ത നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു സൽഭരണം കേരളത്തിലുണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. UDF എന്നാൽ കോൺഗ്രസ് മാത്രമല്ല, മുസ്ലിം ലീഗ് മതേതര നിലപാട് സ്വീകരിച്ച മുന്നണിക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ്. മുന്നിൽ നിന്ന് പോരാടിയത് വി.ഡി. സതീശനാണ്. താങ്ങും തണലുമായി നിന്നത് രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലുമാണ്. ടീം UDF എന്ന നിലയിൽ എല്ലാ മേഖലയിലും വിദഗ്ധ അഭിപ്രായം തേടിയ ശേഷമാണ് സതീശൻ പുതിയ യാത്ര നടത്തിയത്. ചെന്നിത്തല ഉൾപ്പെടെ ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തിയാണ് പ്രഖ്യാപനമെന്നും ശ്രീകണ്ഠൻ ചൂണ്ടിക്കാട്ടി. ഇത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള പ്രഖ്യാപനമല്ല. നിങ്ങൾക്കറിയാം, മറ്റു പാർട്ടികളെ പോലല്ല. ആഭ്യന്തര ജനാധിപത്യം കുറച്ചധികം ഉള്ള ഒരു പാർട്ടി. എല്ലാവരുമായിട്ടും ചർച്ച, അതിനുള്ള അല്പം സാവകാശം എടുത്തത് ഒഴിച്ചാൽ നല്ലൊരു തീരുമാനം വന്നിരിക്കുന്നു. വി.ഡി. സതീശന് പാലക്കാട് ജില്ലയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം തൊട്ട് ഇവിടെ അടുത്ത ബന്ധമാണ്. കേരളത്തിലെ ഇന്നത്തെ യുവതലമുറയിൽപ്പെട്ടവരും പഴയ തലമുറയിൽപ്പെട്ടവരുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുകയും നല്ല ഒരു സമവായത്തിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണിയെ നയിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് ടീം UDFന് കിട്ടിയ ഒരു അംഗീകാരമാണ് ഈ മുഖ്യമന്ത്രി പദം. നമ്മളെല്ലാം ആഗ്രഹിച്ചതുപോലെയും വിചാരിക്കുന്നത് പോലെയും ചിന്തിക്കുന്നത് പോലെയൊക്കെ കേരളത്തിലെ UDFൻ്റെ പ്രകടന പത്രിക ജനമുമ്പാകെ അവതരിപ്പിച്ച ജനപ്രിയമായിട്ടുള്ള ആ പ്രകടന പത്രിക സമയബന്ധിതമായി നടപ്പിലാക്കി സാമ്പത്തികമായി തകർന്ന കേരളത്തെ വീണ്ടെടുത്ത് എല്ലാ മേഖലയിലും ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയിൽ അടിയന്തരമായ ഒരു മാറ്റം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പാലക്കാട് വർഷങ്ങളായിട്ട് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന പാലക്കാടിനും തീർച്ചയായിട്ടും വികസന കാര്യത്തിൽ, ജനങ്ങളുടെ ക്ഷേമകാര്യത്തിലൊക്കെ വലിയ തോതിലുള്ള പിന്തുണയും മുൻഗണനയും ലഭിക്കുമെന്നുള്ള നല്ല പ്രതീക്ഷയിലാണ്. ശ്രീ വി.ഡി. സതീശൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ അത്യധികം അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ജനവികാരം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.